നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ ഏജസ് അല്ലെങ്കിൽ AMT വാഹനത്തിൻ്റെ ക്ലച്ച് മാനുവൽ ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനുവൽ രീതിയിൽ ആ വാഹനം ഓടിക്കുകയാണെങ്കിൽ ക്ലച്ചിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് മാനുവൽ വാഹനത്തിൻ്റെ അതേ സെയിം ക്ലച്ച് തന്നെയാണ് ഓട്ടോമാറ്റിക് വാഹനത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് വാഹനത്തിൽ, അല്ലെങ്കിൽ ഒരു ഏജസ് വാഹനത്തിൽ വരുന്നത് നമുക്കറിയാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങിയെടുക്കുന്ന രീതിക്ക് വ്യത്യാസം വരുമോ? ക്ലച്ചിന് തേയ്മാനം കൂടുമോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജീവില്ല എന്നുള്ള പേരിലാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ഏജസ് വാഹനത്തിൻ്റെ ക്ലച്ച് പ്ലേറ്റ് ഒരു മാനുവൽ വാഹനത്തിൻ്റെ ക്ലച്ച് തെയ്യുന്നത് പോലെ മാനുവൽ ഓടിക്കുമ്പോൾ ചിലപ്പോൾ താങ്ങി പിടിക്കില്ലേ ചില സമയങ്ങളിൽ? അപ്പോൾ തെയ്യുന്നത് കൂടില്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇതിനകത്തുള്ള ചോദ്യത്തിൻ്റെ രീതി വെച്ച് നമ്മളിപ്പോൾ ഒരു ഓട്ടോമേറ്റഡ് വാഹനം, അതായത് ഒരു AGS വാഹനം ഓടിക്കുന്നത് പോലെ ഒരു മാനുവൽ വാഹനത്തിൽ മാനുവലായിട്ട് ഗിയർ ഇടുന്ന പോലെ തന്നെ AGS വാഹനത്തിൽ ഗിയർ ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന് തേയ്മാനം കൂടുമോ? അതായത് ഈ താങ്ങുന്നതൊരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഒരു ജർക്കിംഗ് ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ വ്യത്യാസങ്ങൾ വരും. അതായത് ഒരു മാനുവൽ വാഹനത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും ഒരു AGS വാഹനത്തിൽ ഒരു AMT യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നതിലും വ്യത്യാസം വരുന്നുണ്ട്. കാരണം ആ യൂണിറ്റ് കുറേ കൂടെയൊക്കെ ക്ലച്ചിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ലൈഫ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ക്ലച്ച് ലൈഫ് എപ്പോഴും കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ നല്ല കയറ്റം, നല്ല RPM കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് RPM കയറുകയാണെങ്കിൽ, നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഏകദേശം 4000-5000 RPM വിത്ത് ലോവർ ഗിയേഴ്സ്, ഒരു തേർഡ് ഗിയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ക്ലച്ച് ഹീറ്റാവും, ക്ലച്ച് വെയർ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ ഒരു ക്ലച്ച് വെയർ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെയൊക്കെ ക്ലച്ച് ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അത് നോർമലിനെ അപേക്ഷിച്ച്, അതായത് സാധാരണ ഒരു മാനുവൽ വാഹനത്തിനെ അപേക്ഷിച്ച് ഒരു AMT അല്ലെങ്കിൽ AGS വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഓടിക്കുന്ന രീതി, അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന രീതി നല്ലതാണെന്നുണ്ടെങ്കിൽ, അതായത് വലിയ ആക്സിലറേറ്റർ ഒന്നും കൊടുക്കാതെ വളരെ നോർമലായിട്ട് മൈലേജ് നോക്കി വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ വാഹനത്തിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്ന രീതിക്കല്ല നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലച്ച് ലൈഫ് കൂടുതൽ കിട്ടും. ഇനി അതല്ല, റാഷായിട്ടുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വാഹനമാണെങ്കിൽ AGS വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫ് കുറയുന്നതായിരിക്കും. നമുക്കതിനനുസരിച്ച്, അതായത് ക്ലച്ച് ജർക്കിങ്ങോ അല്ലെങ്കിൽ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പല്ലുവരെയെന്ന് ഒച്ചയൊക്കെ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ സെറ്റ് ഫുള്ള് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനും മാനുവലും ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അല്ലെങ്കിൽ മാനുവലും AGS വാഹനം തമ്മിലുള്ള വ്യത്യാസം ഗിയർ ഷിഫ്റ്റിങ്ങിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇടുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ ആ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് ക്ലച്ചിൻ്റെ ലൈഫ് കുറയാനുള്ള ചാൻസസേ ഉള്ളൂ.